UDF സംസ്ഥാനത്തുടനീളം മികച്ച വിജയം നേടുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. പാലക്കാട് നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്നും അനിൽകുമാർ. പാലക്കാട് DCCയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അനിൽകുമാർ. LDFന്റെ ഭരണവിരുദ്ധ വികാരങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. മറ്റു വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ബാധിക്കില്ല. 2010 തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമാണുണ്ടായത്. ഇത്തവണ അതിലേറെ അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം 2010 തെരഞ്ഞെടുപ്പ്, അന്ന് ആ ഡീലിമിറ്റേഷൻ ഇതിനു മുമ്പ് നടന്നത്. ആ 2010 തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. അതിന് വെല്ലുന്ന രീതിയിലുള്ള മുന്നേറ്റം UDFന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഒന്നും ഇതിനകത്ത് LDFനെതിരായുള്ള ഒരു ജനവികാരം അത്രമാത്രം ശക്തമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയം UDFന് സുനിശ്ചിതമാണ്. വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക. സൈബർ കുറ്റങ്ങളിൽ പോലീസിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. സൈബർ കുറ്റങ്ങൾ ആരു ചെയ്താലും അത് അംഗീകരിക്കാനാവില്ല. CPM ശക്തമായ സൈബർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പോലീസ് മൗനം പാലിക്കുകയാണ്. എതിരാളികൾക്കെതിരെ ആയുധമാക്കാനാണ് CPM പോലീസിനെയും മറ്റും ഉപയോഗിക്കുന്നത്. ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു. പോലീസിന്റെ നയം തിരുത്തണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടു. സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് കേരളം ഒരുപാട് പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏത് രീതിയിലായാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് കേസെടുക്കുന്ന ഒരു സമീപനം മാറണം. പോലീസ് അതിനകത്ത് നിഷ്പക്ഷമായ സമീപനമാണ് എടുക്കേണ്ടത്. മുമ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ UDF നേതാക്കൾക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം കേരളത്തിലെ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് മൗനം പാലിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും CPMന്റെ ഭാഗത്തുനിന്ന് സൈബർ ആക്രമണം വളരെ വലിയ രീതിയിൽ ഉണ്ടാകുമ്പോഴും ഈ പോലീസ് മൗനം പാലിക്കുകയാണ്. അതുകൊണ്ട് സൈബർ ആക്രമണം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഒരു നല്ല പ്രവണതയാണ്. SIRന്റെ സമയപരിധി ദീർഘിപ്പിച്ചതിന് പിന്നിൽ കോൺഗ്രസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും അനിൽകുമാർ വ്യക്തമാക്കി. SIRുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചുമതലയുള്ള KPCCയുടെ ഭാരവാഹികളും ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഫീൽഡിലാണ്. പക്ഷേ KPCC തീരുമാനിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളുണ്ടെങ്കിൽ പോലും SIRുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലയിലും വളരെ സജീവമായി തന്നെ നടക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസ് അതിനു വേണ്ടി പ്രത്യേകം ഓരോ ബൂത്തിലും BLAമാരെ അതുപോലെ കൂടാതെ മണ്ഡലം ബ്ലോക്ക് തലങ്ങളിൽ പ്രത്യേക ചുമതലക്കാരെ വെച്ചിട്ടുണ്ട്. ഇതിനകം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തമായ ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. ഈ തിരക്കിനിടയിലും SIRുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഘടന അതിൻ്റെ രീതിയിൽ KPCCയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 16-ാം തീയതി വരെ, 9-ാം തീയതിയായിരുന്നു അവസാന ദിവസം, 16-ാം തീയതി വരെ നീട്ടിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായ രീതിയിൽ തന്നെ SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, KPCC സെക്രട്ടറി ബാബുരാജ്, DCC സെക്രട്ടറി C. ബാലൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.